അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം തൻ്റെ ക്ഷമാശീലം വളരെ അതെനിക്കൊരു പാഠമായിട്ട് തീർന്നു. നമ്മളുടെ പറഞ്ഞ സമയം അതിക്രമിച്ചു. എങ്കിലും 2 വാക്ക് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളാണ്. നമ്മുടെ കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ സ്വർഗത്തിൽ കൈപ്പണിയല്ലാത്ത ഒരു കെട്ടിടം ദൈവത്തിൻ്റെ ദാനമായി നമ്മൾക്കുണ്ട് എന്ന്. ഈ കൂടാരമുണ്ട്. സ്വല്പം കഴിഞ്ഞ് വേറൊരിടത്ത് ഈ കൈപ്പണിയെക്കുറിച്ച് പൗലോസ് വീണ്ടും പറയുന്നുണ്ട്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ നാം അവൻ്റെ കൈപ്പണിയാണ് എന്ന് പറയുന്നു. വിശ്വാസികളെ കുറിച്ച് പറയുന്നു. ഇത് ദൈവത്തിൻ്റെ കൈപ്പണിയായിട്ട് നാം മാറുന്ന ഒരവസ്ഥയുണ്ട്. അതിന് ഒരു മാർഗമേ ഉള്ളൂ. അത് മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ തന്നെത്താൻ യാഗമായിട്ട് അർപ്പിച്ചു എന്നുള്ളതായ ആ വിശ്വാസവും ഏറ്റുപറച്ചിലും മാത്രമാണ് പിന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു കൈപ്പണിയായിട്ട് നാം തീരുന്നത്.